ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജൂൺ 2024 കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ 2024 ജൂണിലെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ കിരീടം ജേതാക്കൾ കൊക്കോ ഗൗഫ് ആൻഡ് കാതറീന സിനിയക്കോവ്. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? പൂജ തോമർ. ആരാണ്? പൂജ തോമർ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക രാജീവ്. 3000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കിയിരിക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക? അധിക നികുതി. എന്താണ് അധിക നികുതി? ഹൃദയാഘാതത്തിനും മസ്തിഷ്കാഘാതത്തിനും കാരണമാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയ പഞ്ചസാരയ്ക്ക് പകരം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മധുരമാണ് സൈലിറ്റോൾ. എന്താണ് സൈലിറ്റോൾ? ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യ. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 10. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങുന്നത് എവിടെയാണ്? ധരംശാല, ഹിമാചൽ പ്രദേശ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് പട്വർദ്ധൻ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 18ാമത് ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണം എത്രയാ? 74. പുനയൂർക്കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീര. ആർക്കാണ്? KR മീര. ഫോർമുല 1 കാനഡ ഗ്രാൻഡ് പ്രിയറിലെ ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ, റെഡ് ബുൾ. 3ാം തവണയും അധികാരത്തിലേറിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഇറ്റലി. സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മജ്ഹി. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. 2024 പ്രമേയം ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ് ആൻഡ് ചൈൽഡ് ലേബർ. 2025 ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. 2024 ജൂണിൽ അന്തരിച്ച പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദ്. നിലവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. രാജ്യത്തെ പുതിയ കരസേനാ മേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്. നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. അതിശക്തമായ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ ആണവ അന്തർവാഹിനി ഏതാണ്? ഖസാൻ. അരുണാചൽ പ്രദേശിൽ 3ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പെമ ഖണ്ഡു. രാജ്യത്ത് ആദ്യമായി കാട്ടാനയെ അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലമാണ് ചടലയം, വയനാട്. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിക്കുന്ന പദ്ധതിയാണ് കാവ, കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ. മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെ കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽസ് ലബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷക സ്ഥാപനം IIT മദ്രാസ്. കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള ജലസേചനത്തിന് സൗജന്യ സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പമ്പ് നൽകുന്ന പദ്ധതിയാണ് PM കുസും. പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഇവം ഉത്ഥാൻ മഹാഭിയാൻ. ലോക രക്തദാന ദിനം ജൂൺ 14. തീം 20 years of celebrating giving. Thank you blood donors.
വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടി ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബാല. സംസ്ഥാന സർക്കാർ IBMുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ജനറേറ്റീവ് അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി കൊച്ചി. ഏതാണ്? കൊച്ചി. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി K-ലൈഫ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് ഡോവൽ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് PK മിശ്ര. അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിറൽ ചാർട്ടിൽ ഇടം പിടിക്കുന്നതിന്റെ ഭാഗമായി കടലിന്റെ സർവേക്കായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പൽ INS സത്ലജ്. കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മുട്ടത്തറ. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാലകാലസഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരി. 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറുമായിരുന്ന വ്യക്തി ആരാണ്? ശ്രീനിവാസ് ഹെഗ്ഡെ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം. 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 24 ജൂലൈ 3 വരെ. ഗംഗാ നദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഇ-ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. സ്ലോവാക്യയുടെ പ്രസിഡന്റായി നിയമിതനായത് പീറ്റർ പെല്ലഗ്രിനി. ആരാണ് പീറ്റർ പെല്ലഗ്രിനി? ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതുതായി കണ്ടെത്തിയ ഗർത്തത്തിൽ നൽകിയത്? ദേവേന്ദ്ര ലാൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി KG പൗലോസ്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാട്. 2024 ജൂണിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ ശ്രീധരൻ ചമ്പാട്. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പൂജ തോമർ. ബനാർഘട്ട് ദേശീയോദ്യാനത്തെയും സാവൻദുർഗ് കാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനകൾക്കായുള്ള മേൽപ്പാലം നിലവിൽ വന്ന സംസ്ഥാനം കർണാടക. യുവാക്കളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി PM യുവ. ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലമാണ് പ്രേരണ സ്ഥൽ. അടുത്തിടെ ഗവേഷകർ ഒഡീഷയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സ്നേക്ക് ഈലാണ് ഒപ്പിച്ചുട്ട് സുറൈ. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂർ. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. പാർലമെന്റ് ഹൗസ് കോംപ്ലക്സിലെ പ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖർ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷൻ ചെയർമാൻ A. ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗ് ശക്തി. 2024 ഓഗസ്റ്റിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ മൾട്ടിനാഷണൽ എയർ എക്സൈസ് തരംഗ് ശക്തി 2024. 2024 ജൂണിൽ അന്തരിച്ച ശ്രീധരൻ ചമ്പാട് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? സാഹിത്യകാരൻ. ഇറാനിലെ ചബഹാർ തുറമുഖ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യ തീക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് കന്യാകുമാരി. ദേശീയ വായനാ ദിനം ജൂൺ 19. ലോക അരിവാൾ ഘോഷ ബോധവൽക്കരണ ദിനം ജൂൺ 19.
2024 തീം ഹോപ്പ് ത്രൂ പ്രോഗ്രസ് അഡ്വാൻസിംഗ് സിക്കിൾ സെൽ കെയർ ഗ്ലോബലി. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഹോങ്കോങ്. സംസ്ഥാനത്ത് ആദ്യ മിനിമാർട്ട് നിലവിൽ വരുന്നത് പഴവങ്ങാടി. രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം രാജസ്ഥാൻ. ലോകത്തെ ഏറ്റവും വലിയ ധാന്യ കേന്ദ്രം നിലവിൽ വരുന്നത് വാരണാസി. അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിൻ ഷോക്ക് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം ജപ്പാൻ. അന്തരിച്ച കവി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം ഒരുങ്ങുന്നത് ബംഗാൾ രാജഭവനിൽ. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗ്രാഫൈറ്റ്, ഗാലിയം, ജെർമേനിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിനിമയം വർദ്ധിപ്പിക്കാൻ 2024 ജൂണിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ഉഭയകക്ഷി കരാറിൽ ഏർപ്പെടാൻ ധാരണയായത്? അമേരിക്ക. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി എൻവിഡിയ. ധോണി പ്രയാണം ആരുടെ ആത്മകഥയാണ്? എം. ലീലാവതി. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി പ്രദീപ് പുത്തൂർ. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 അന്താരാഷ്ട്ര യോഗാ ദിന വേദി ശ്രീനഗർ, ജമ്മു കാശ്മീർ. 2024 ജൂണിൽ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം 50% നിന്ന് 65% ഏത് സംസ്ഥാന സർക്കാരിന്റെ നടപടിയാണ് ഹൈക്കോടതി അസാധുവാക്കിയത്? ബീഹാർ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർ ഉത്തേജിപ്പിക്കുന്നതിനായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം കൊണ്ടുവന്ന കേന്ദ്രീകൃത രജിസ്ട്രേഷൻ ഉദ്യം. IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് കേരള ക്രിക്കറ്റ് ലീഗ്. രാജ്യത്താദ്യമായി ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നത് വിഴിഞ്ഞം. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി OR കേളു. കേരളത്തിന്റെ പുതിയ ദേവസ്വം മന്ത്രി VN വാസവൻ. 2024 ജൂണിൽ രാജ്യത്തുണ്ടായ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്തെ വാർഷികം. വാണിജ്യ സേവന സ്ഥാപനങ്ങൾക്കുള്ള രജിസ്ട്രേഷന് രാജ്യത്തുടനീളം ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്ന സ്ഥാപനം GST കൗൺസിൽ. രാജ്യസഭയുടെ നേതാവായി നിയമിക്കപ്പെട്ട കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. മത്സരരംഗത്ത് സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ഒളിമ്പിക്സ് ഏതാണ്? പാരീസ് ഒളിമ്പിക്സ്. അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തി ഓറൻ നോൾസൺ, UK കാരനാണ്. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ഇടപാടുകാർക്ക് UPI മുഖേന സൗകര്യപ്രദമായി ഇടപാടുകൾ നടത്താൻ ഫെഡറൽ ബാങ്ക് അവതരിപ്പിച്ച ക്രെഡിറ്റ് കാർഡ് ഏതാണ്? റുപേ വേവ്. മൈക്രോസോഫ്റ്റിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് NVIDIA എന്ന കമ്പനിയാണ്. NVIDIA കമ്പനി. 18ാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ്. ആരാണ്? ഹർമൻ പ്രീത് സിംഗ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്നത് മാർക്ക് റുട്ടെ. സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. 2024 പാരീസ് ഒളിമ്പിക്സിൽ അശ്വാഭ്യാസത്തിലെ
ഡ്രസ്ലാഷ് ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? അനുഷ് അഗർവല്ല. ലോക്സഭ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി. കോപ്പ അമേരിക്ക മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പന്ത് ഏതാ? കുംബ്രെ. ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനായി പുനർനിയമനം നേടിയത് സാം പിത്രോഡ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട, കർണാടകയിൽ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം. KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഹോപ്പ്. നികുതി വർധന ഉൾപ്പെടുന്ന വിവാദ ധനകാര്യ ബിൽ പാസാക്കുന്നതിനെതിരെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യ. 2024 ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനി. T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ എത്തിയ രാജ്യങ്ങൾ ഇന്ത്യ ആൻഡ് ദക്ഷിണാഫ്രിക്ക. 2024 ജൂണിൽ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചിയിലാണ്. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? എൻ ബീരേൻ സിംഗ്. 2024 ജൂണിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം അർമേനിയ. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് സഞ്ജന ഠാക്കൂർ. കാലാവധി കഴിഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിച്ചുമാറ്റാനുള്ള കരാർ നാസ നൽകിയത് സ്പേസ് എക്സ്. ഏത് വർഷത്തോടെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത്? 2035. ഇന്ത്യയിലെ ഏത് തുറമുഖ തീരത്താണ് പുലിമൂട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്? വിഴിഞ്ഞം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ 29. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ക്രൂയിസ് ഷിപ്പ് ഐക്കൺ ഓഫ് ദി സീസ്. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ഏത് പദം ചേർക്കാനാണ് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. ജലക്ഷാമം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച ഡൽഹി ജലമന്ത്രി ആരാണ്? അതിഷി മർലീന. 2024 ജൂണിൽ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യയുടെ ഉപഗ്രഹം റിസസ് PI. ലോകസഭയിലെ CPM കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് K. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയി നിയമിക്കപ്പെട്ടത് വിക്രം മിശ്രി. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ആദ്യമായി കല്ല് കൊണ്ടുവന്ന രാജ്യം ചൈന. അടിസ്ഥാന ഡിമാറ്റ് അക്കൗണ്ടിലെ നിക്ഷേപ പരിധി എത്രയാണ്? സെബി പുതുക്കിയത് 10 ലക്ഷം. 2024 ജൂണിൽ അന്തരിച്ച ഫ്രാങ്ക് ഡൊക്കർത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അതാണ് ക്രിക്കറ്റ്. കേന്ദ്ര പ്രതിപക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ. 2024 T20 ലോകകപ്പ് നേടുന്ന ഇന്ത്യൻ ടീമിന്റെ കോച്ച് രാഹുൽ ദ്രാവിഡ്. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നും ഏക മ്യൂസിയം ഭുജ് സ്മൃതി വനം, ഗുജറാത്ത്. 2024 ജൂണിൽ പുറത്തിറങ്ങുന്ന റോജർ ഫെഡററെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫെഡറൽ 12 ഫൈനൽ ഡേയ്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നന്നായി മനസ്സിലാവുകയും ചെയ്തെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ ബൈ.